ഇതെൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടി പോകുന്ന റോഡിൽ നടക്കുന്ന ഡ്രെയിനേജ് പദ്ധതിയുടെ ഭാഗമായിട്ട് നടക്കുന്ന വർക്കാണ്. ഞങ്ങളുടെ റോഡ് മുഴുവൻ തകർന്ന് കിടക്കുകയാണ്. ഒരു വാഹനം വെളിയിൽ ഇറക്കാൻ കഴിയുന്നില്ല. എൻ്റെ കാറ് ഞാൻ നേരത്തെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർക്ക് ചെയ്തു. അതുകൊണ്ട് എനിക്ക് അവിടം വരെ നടന്നു ചെന്നാൽ ഈ റോഡിൽ നിന്ന് മറ്റൊരു റോഡിൽ കൂടി എൻ്റെ കാർ ഓടിച്ച് പോകാൻ കഴിയും. അങ്ങനെ തൽക്കാലത്തേക്ക് ഞാൻ രക്ഷപ്പെട്ടു. എന്നാൽ എൻ്റെ സ്കൂട്ടറുകളെല്ലാം അകത്ത് തന്നെയാണ്. മറ്റൊരു വാഹനം പല വീടുകളിലെയും കാറുകളെല്ലാം അവരുടെ വീടുകളിൽ തന്നെ ആയിപ്പോയി. പക്ഷേ ഞങ്ങളുടെ ഇവിടുത്തെ ആളുകൾ പൊതുവെ ഈ വർക്ക് നമ്മുടെ ഒരു വികസന പദ്ധതിയാണിത്, സഹകരിക്കണം എന്നുള്ള മനോഭാവത്തോടെ ഇക്കാര്യത്തിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത രീതിയിൽ സഹകരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും അറിയാം, കുറഞ്ഞ പക്ഷം ഒരു 1.5 വർഷമെങ്കിലും എടുക്കുക ഞങ്ങളുടെ ഈ റോഡിലെ പണി തീർന്നു വരാൻ. കോൺട്രാക്ടറുമായിട്ട് ഞങ്ങൾ വഴക്കുണ്ടാക്കാനോ തർക്കിക്കാനോ പോകാറില്ല. പണി തീരുന്നവരെ ഞങ്ങൾ ശ്രമിക്കാൻ തന്നെ തീരുമാനിച്ചു. ഞങ്ങളുടെ കാറ് മറ്റൊരു റോഡിൽ കൊണ്ട് പാർക്ക് ചെയ്യാൻ ആ ഏരിയയിൽ പാർക്കിംഗ് സൗകര്യമുള്ള ഒരു ചർച്ചിൽ ക്യാഷ് കുറേ അവർക്ക് സംഭാവനയായിട്ട് നൽകിയിട്ടാണ് അവിടെ സ്ഥലമെടുത്തിരിക്കുന്നത്. എങ്കിൽ പോലും ഈ പദ്ധതി നടക്കുന്നത് നമ്മളൊരാവശ്യമായിട്ട് കണ്ട് എല്ലാവരും സഹകരിക്കുകയാണ്. പുക്ലിൻ വന്ന് കിടക്കുന്നു. ടാറ്റ ഹിറ്റാച്ചി പുക്ലിൻ. ഇതുകൊണ്ടാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതാ കാണുന്നത് വാട്ടർ പൈപ്പാണ്. ഞങ്ങൾക്ക് പകൽ സമയങ്ങളിൽ വെള്ളം കിട്ടാറില്ല. അതെല്ലാം കട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ്. അവർക്ക് വെള്ളം ഉള്ള സമയത്ത് തോണ്ടാനൊക്കില്ല. പൊട്ടി കഴിഞ്ഞാൽ ഭയങ്കര ശക്തമായിട്ട് വെള്ളം കുത്തി ഒലിച്ച് വെള്ളം നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് അവർ പകലിതിനെ കട്ട് ചെയ്ത് ഓരോ ഭാഗമായിട്ട് കട്ട് ചെയ്ത് മാറ്റി വർക്ക് ചെയ്തതിന് ശേഷമാണ് പൈപ്പ് വീണ്ടും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് റീകണക്ട് ചെയ്ത് എല്ലാ വീടുകൾക്കും ഡിസ്കണക്ഷനാക്കി എല്ലാ വീടുകൾക്കും തിരിച്ച് കണക്ഷൻ കൊടുത്തിട്ടാണ് അവർ പോകുന്നത്. ഇതിൽ ഈ കലാസിപ്പണികൾ, അത് വെട്ട് കളപ്പണികളെല്ലാം, മണ്ണ് വാരുന്നതെല്ലാം നീക്കുന്നതുമൊക്കെ മറ്റ് അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. ജാർഖണ്ഡുകാരും ബംഗാളികളും ഒക്കെയാണ്. അവരാണ് ഇവിടെ വന്നത് ഈ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പുക്ലിൻ ഓടിക്കുന്ന ഒരു ഡ്രൈവർ, അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹവും വളരെ സഹകരണത്തോടെയാണ് എല്ലാവരോടും സംസാരിക്കുന്നതും പെരുമാറുന്നതും. നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ തടസ്സം കൂടാതെ മാറ്റി കൊടുക്കുന്നുണ്ട്. പൊതുവെ യാത്ര ഞങ്ങളുടെ വഴിയിൽ മുടങ്ങിയിരിക്കുകയാണ്. പല ബൈക്ക് യാത്രക്കാർ ഇവിടെ വന്ന് കുരുങ്ങാറുണ്ട്. അവരെ തിരിച്ചു പോകാൻ ഞങ്ങൾ സഹായിക്കുന്നുമുണ്ട്. ഓക്കേ.